ഹലോ ഗൈസ്, നമ്മൾ ഒരു വീഡിയോ ഇട്ട് കുറച്ച് നാളായി തോന്നുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹെഡ്ഫോൺ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഈ ഹെഡ്ഫോണിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഹെഡ്ഫോണിന് ഒരു വയർഡ് ആയിട്ടുള്ള ഹെഡ്ഫോണുണ്ട്, ബ്ലൂടൂത്ത് ആയിട്ടുള്ള ഹെഡ്ഫോണുണ്ട്. അപ്പം നമ്മളിതിന് വയറുണ്ടായിരുന്നു. പക്ഷേ വയർ ഇങ്ങനെ ഉണ്ടാക്കി, ഹെഡ്ഫോൺ ഉണ്ടാക്കി. അപ്പോൾ അതിന് വയറുണ്ടാക്കി. സോ ദെൻ ആ വയറ് വേറെ ഒരു ആവശ്യത്തിനായിട്ട് വേണ്ടി വന്നു. അപ്പോഴത്തേന് ആ വയർ നമ്മൾ പൊളിച്ചടിച്ച് അടിച്ച് കയറി ആ ആവശ്യത്തിന് എടുത്തു. വേറെ ഒരു കേബിൾ ഉണ്ടാക്കാൻ എടുത്തപ്പോൾ എന്താ പറയുക, ഹെഡ്ഫോണിന് പിന്നെ വേറെ വയറില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്ലൂടൂത്ത് ഉള്ള ഹെഡ്ഫോൺ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ബ്ലൂടൂത്ത് ഉള്ള പിന്നെ എന്നാ കാര്യത്തിനാണ്? എന്താ പറയുക, ഇതെന്നാ ഈ വയറുണ്ടെന്നാണ്. അതായത് പക്ഷേ ഉണ്ടല്ലോ സംഭവം, നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്തൊക്കെ ഈ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സാധനത്തിന് ഇത് മറ്റേ ഓഫ്ലൈൻ അല്ലേ, അപ്പോൾ അതിനൊരു ഡിലേ ഉണ്ട്. അപ്പോൾ ഈ ഡിലേ നമുക്ക് എന്താ പറയുന്നത്, വയർ ആണ് അതിനുള്ള സൊല്യൂഷൻ. അല്ലാണ്ട് ഇപ്പോഴും ഐ ഡോണ്ട് തിങ്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, നമ്മളപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കുന്നതല്ലേ, ഒരു 3.5 ഓഡിയോ ജാക്ക്. അപ്പോൾ സംഭവം നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓ, എവരിവെയർ റോഡ്സ് ആണ് എല്ലായിടത്തും. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് കണ്ടോ, സൈക്കിളിൻ്റെ സൈക്കിളിൻ്റെ ഹാൻഡിലാണ് ഗൈസ്. നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സ് കുറച്ച് സംഭവമൊക്കെ വരാനുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണുക. ഇതൊക്കെ ഞാൻ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. കാത്തിരുന്ന് കാണാൻ തന്നെ, ഒന്നും പൊട്ടിക്കരുത്. സമാധാനം. ഇതാണ് നമ്മുടെ അതിഥി. ക്യാമറ മറപ്പി. ഇതാണ് നമ്മുടെ അതിഥി ഖണു. പച്ച കളറുള്ള തലയും. അതിഥിയെ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അതിഥി ചിലപ്പോൾ നമ്മളെ കടിച്ചു നിൽക്കും. അതിഥി എത്ര പഴയ അതിഥിയാണ്, അതുകൊണ്ട് അല്പം ദേഷ്യക്കാരനാണെങ്കിലും പെട്ടെന്ന് ലൂസായി പോരുന്ന ടൈപ്പ് അതിഥിയാണ്. അതുകൊണ്ട് നമ്മൾ അതിഥീനെ എന്താ പറയുക, അതിഥിയുടെ തലയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ അതിഥീനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല. ഈ അതിഥീനെ നമ്മൾ we are going to skin it. ഞാൻ ബാബാ സുരേഷ് അല്ലടാ പോയി, പിന്നെ ഞാൻ കൊല്ലും. ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഞാൻ ഫണ്ണിൻ്റെ ഇടയിൽ മെയിൻ കാര്യത്തിൽ നിന്ന് വിട്ടുപോയി. ഇതുണ്ടോ, ഇതൊരു 3.5 ഓഡിയോ ജാക്കാണ്. ഈ സംഭവം നമ്മൾ ഈ മറ്റേ ഫോണിനൊക്കെ ഹെഡ്ഫോൺ ജാക്കായിട്ട് കുത്തുന്ന സാധനമേ അത് തന്നെ. അപ്പം ഈ സാധനത്തിൻ്റെ ഈ വയർ ഇത് കണ്ടില്ലേ, ഈ വയർ ഭയങ്കര തിന്നാണ്. നമുക്ക് ഈ വയറും കൊണ്ട് ഇതുണ്ടോ, 3 വയറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ എടുത്തതാണ്. സംഭവം കാണാമെന്നറിയില്ല. എന്തായാലും ഈ സംഭവത്തിൻ്റെ ഈ വയർ പോരാ, അതാണ് പ്രശ്നം. മനസ്സിലായി? നമുക്ക് ഇപ്പോൾ ഈ സാധനം പക്ഷേ പോവില്ല. ഇതൊരു മെറ്റലാണ് ഈ സംഭവമല്ലേ. ഞാൻ തുറന്ന് കാണിക്കും ഇതിൻ്റെ സംഭവം. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇത് 3 വെട്ട്. നിങ്ങൾക്ക് ഇവിടെ 2 വെട്ടുണ്ട്. ബ്ലാക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ 2 വെട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന് ടിപ്പ്, റിങ് അങ്ങനെ പറയുന്നത്. ഇത് ഒരു ടിപ്പ്, ഇതിന് ടിപ്പെന്ന് പറയും അറ്റത്തിന്. അതിനങ്ങനെ പറയുന്നത്. അങ്ങനെയുണ്ട് TRS ജാക്ക്, TRRS ജാക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ടിപ്പ്, റിങ് അങ്ങനെയുള്ള ഇതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് ടിപ്പ്, ഈ റിങ് എന്ന് പറയുന്നതാണ്. ഒരു റിങ് ഉണ്ട്, ഇത് രണ്ടാമതൊരു റിങ്. അപ്പം ഇതിനകത്ത് നമുക്കാദ്യം ഇതിൻ്റെ ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വയർ മാറ്റി പുതിയതിടണം. പുതിയ വയറാണ്. അപ്പം ഞാൻ നേരത്തെ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇതുണ്ടോ, മറ്റേ സ്പീക്കറിൻ്റെ ഒക്കെ കണ്ടോ, കാണാൻ തോന്നുന്നു. സ്പീക്കറിൻ്റെ ഒക്കെ വയറാണ് ഈ സംഭവം. അപ്പം ഇത് കണ്ടില്ലേ, നമ്മൾ നല്ല കട്ടിയുണ്ട് ഈ സംഭവം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും പോകില്ല. മനസ്സിലായി? നമ്മുടെ ഈ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു നിങ്ങളിപ്പം ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും പൊതുവായിട്ടുള്ളൊരു പ്രശ്നം ഇത് ഈ സംഭവത്തിൻ്റെ ഇവിടം വെച്ച്, നമ്മളത് ഇവിടെ ഇല്ലേ ഈ ഒരു ഭാഗം, ഇതിപ്പോൾ കുത്തുന്നോടം, ഈ കുത്തുന്നിടത്തുകൊണ്ട് ഈ ഒരു ഭാഗം വെച്ച് അങ്ങ് സംഭവം ഒന്നും മുറിഞ്ഞു പോകും, അല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ല.
അതാണ് മിക്കതിൻ്റെയും പ്രശ്നം. അത് തന്നെയാണ് ഈ ഹെഡ്ഫോൺ ജാക്കിൻ്റെ. അപ്പം നമ്മൾ ഈ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നല്ലൊരു വയർ, ഇപ്പോൾ ഈ വയർ ഇനി ഉടനെ അങ്ങ് പോകില്ല. ഇത് നല്ല കൂടിയ വയർ, നമ്മൾ സ്പീക്കറിനൊക്കെ മറ്റേ ലൈൻ ഈ എന്താ പറയുക ഔട്ട്പുട്ട് ഇടാൻ എടുക്കുന്ന വയറാണിത്. ഇതിപ്പം അത്യാവശ്യം നല്ല ഇതിന് നല്ല ഇൻസുലേഷൻ ഉണ്ട് ഈ വയറിന്, അതുകൊണ്ട് സംഭവം പെട്ടെന്ന് പോകില്ല. നല്ല കോപ്പറാണ്, നല്ല സൂപ്പർ സാധനം. അപ്പോൾ ഇത് നമുക്ക് കട വാങ്ങിക്കാൻ കിട്ടും, സ്റ്റാൻഡേർഡ് സാധനമാണ് ഇത്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ ഈ സംഭവം കണ്ടോ, ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോണിൽ അതേ കുത്താം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അവിടെ നമുക്ക് എവിടെ ആണെങ്കിലും കുത്താം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഹെഡ്ഫോണെ കുത്തണ്ടേ, ഈ ഒരെണ്ണം വെച്ചിട്ട് 2 എണ്ണം ആകുമല്ലോ. അത് എന്താ പറയുന്നത്, 1 വൈഫൈക്ക് 2 ഹസീസ് ആയ പോലെ ഇരിക്കും. അല്ലെങ്കിൽ അല്ല, എന്താണ് 2 വൈഫിന് 1 ഹസി എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഡിസ്കസ്റ്റിംഗ് പറപ്പാട്ടൻ അങ്ങനെ ആയിരിക്കരുത്, ഷിറ്റ്. എന്നപ്പം ഇത് നമുക്ക് ഇതിൻ്റെ വക്കത്ത് കൊടുക്കണം. ഇവിടെ അതായത് നമുക്ക് 3 വയറുണ്ട്, ഇതുണ്ടല്ലേ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഈ 3 ഇതില്ലേ 3 മെറ്റൽ പീസ്, അതനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഇതിലോട്ട് കയറണം. അപ്പോൾ അതിനാണ് നമുക്ക് ഈ സംഭവത്തിന് ഞാൻ പറഞ്ഞ ഈ തോട് നമുക്ക് പൊളിക്കണം. ഈ തോട് പൊളിച്ചിട്ട് നമുക്ക് വയറത് പിടിപ്പിക്കണം, അതാണ് സംഭവം. അപ്പം നമുക്ക് ഇത് പൊളിക്കാം. ഇതിന് കൈ കൊണ്ട് പിടിച്ചാൽ വരുമോ എന്നറിയില്ല, ഞാൻ പ്ലെയർ എടുത്തിട്ട് പിടിക്കാം. നമ്മുടെ ഒരു പഴഞ്ചൻ വല്യപ്പൻ പ്ലെയർ ഉണ്ട്, ഈ ഗ്രാൻഡ് പാ പ്ലെയർ. തുരുമ്പൊക്കെ എടുത്ത് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ സംഭവം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇതാണ് മുറിക്കണം. ഈ വയറൊന്നും നമുക്ക് എന്നാലും ഇത് ആവശ്യമില്ല. അപ്പോൾ ഈ വയറ് കത്രിക വേണമല്ലോ, ഇത് പ്ലെയറിന് ശരിയാവില്ല. കത്രിക സിസർ കഷ അങ്ങനെ മുറിച്ച് കളയാം. ഇപ്പം നമ്മൾ അതിഥീനെ ബിഹാർഡ് ചെയ്തിട്ടുണ്ട്. ഈ ബിഹാർഡ് ചെയ്ത അതിഥിയുടെ സ്കിൻ നമുക്ക് ഊരിയെടുക്കാം. നമുക്ക് സ്കിൻ ഊരി നമുക്ക് സ്കെലറ്റനാണ് ആവശ്യം. സ്കെലറ്റൺ ഒത്തിരി ഡാമേജ് ചെയ്യാൻ നമുക്ക് നോക്കണം, കാരണം എന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ നല്ല വില കിട്ടുന്ന സാധനമാണ്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് മാക്സിമം നമ്മുടെ എബിലിറ്റിക്ക് പറ്റുന്ന പോലെ നോക്കാം. സംഭവം അതേ ഒരു പ്ലെയറായിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഷിറ്റ് ഒരു ഷിറ്റയിൽ അല്ല, ഒരു പ്ലേ വായിന്ന് വരുന്ന മുഴുവൻ ഷിറ്റ. ഈ ഇതിലോട്ട് ഒരു പ്ലെയറെ ഇങ്ങനെ പിടിക്കുക, മറ്റേ പ്ലെയറിൻ്റെ അതിലോട്ട് നമ്മൾ എന്താ പറയുക അതിലേക്ക് കൊടുക്കുക. അത്രയാണ്. സംഭവം ബ്ലറാകുന്നു, ഷിറ്റ്. എന്നാണ് പിടിക്കുക നൈസായിട്ട് ഇങ്ങനെ വലിച്ചൂര് കേട്ടോ. നമുക്കതിൻ്റെ സംഭവം ഈ പുറമേ ഉള്ള സംഭവം ഇങ്ങനെ പോകുന്നു, ഇത് കളയാം, നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിഥിയുടെ ഈ സാമാനം നമുക്ക് ആവശ്യം, നമുക്ക് അതിഥിയുടെ മെയിൻ തല മതി. ഇത് കാണാമെന്നറിയില്ല, കാണിക്കാം. ഇപ്പോഴാണ് വന്ന്. മാക്രോ അതാണ് സംഭവം അല്ലേ, നമ്മൾ അടുത്തുകൊണ്ട് പിടിക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. കാരണം അതിൻ്റെ പുറമേ ഇവിടെ കുറച്ച് മെസ്സുണ്ട്, നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ പുറമേ തന്നെ പ്ലാസ്റ്റിക് ആണ് സംഭവം. നമുക്കിത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഇത് കണ്ടില്ലേ ഈ 3 റിങ്ങല്ലേ, അതുപോലെ തന്നെ ഇതിങ്ങനെ അകത്തുനിന്ന് ഈ ഇതിൻ്റെ ഏറ്റവും അടുത്ത് കാണുന്നതായിരിക്കും, മനസ്സിലായോ? ഇതിൻ്റെ പുറമേ ഉള്ള ഈ രണ്ടാമത്തേൻ്റെ ഇവിടെ കാണും, ഞാൻ ഈ നഖം ഇരിക്കുന്നത്, പിന്നെ ബ്ലറാകുന്നു. പിന്നെ അടുത്ത ഈ പുറമേ ഉള്ളത് ഇത് കണ്ടില്ലേ ഡയറക്റ്റ് ഇതിലോട്ടാണ് സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൽ നിന്ന് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വയർ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലൂഗണൊക്കെ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് കാണിക്കാം. സോ ടു ഗെറ്റ് സം വയർ വി നീഡ് വയർ കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഡഞ്ചൻ റൈഡ് നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ഡഞ്ചൻ റൈഡ് നടത്താൻ ദിസ് ഈസ് അവർ ഡഞ്ചൻ. സോ ഡഞ്ചനിൽ നമുക്ക് തപ്പണം. ഇവിടെ മേലാണ് ഡഞ്ചനിൽ നമ്മൾ തപ്പിയാൽ ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ചതല്ല കേട്ടോ, പക്ഷെ സംഭവം കറക്റ്റ് കൈ കിട്ടി. ഡഞ്ചൻ റൈഡ് നടത്താൻ നേരത്ത് സൂക്ഷിക്കുക, ചിലപ്പം പാറ്റ. ദർ വിൽ ബി റോച്ചസ് ഹു ആർ റെഡി ടു clap us, so be careful. Roaches are shameless and they does not cares about we taking video because they have brown color. Oh my god, bro. Oh hell no, man. What the Maybe. fuck, man? Oh well.
നമുക്ക് ആവശ്യത്തിനുള്ള വയറ് കിട്ടിയോ? സ്റ്റമക്ക് ഇൻറ്റസ്റ്റൈൻസ്. ഇത് മതി. എന്തായാലും നമുക്ക് ഉള്ളതിങ്ങ് പോരും, മൊത്തത്തിൽ വലിച്ചെടുക്കാം കേട്ടോ. ഇത് എന്തേലും എപ്പോഴും കൊണ്ട് വാങ്ങിച്ചിട്ടാ കേട്ടോ സംഭവം. നമുക്ക് ഏതായാലും മുറിച്ചെടുക്കാം. അതിനിപ്പം മൊത്തം കൂടെ വലിച്ചെടുക്കാന്ന് പറയുന്നത് ഭയങ്കര മെസ്സായിരിക്കും. മുറിച്ചെടുക്കാം നല്ലത്. തീർന്നല്ലോ, അത് തീർന്നു. അതിപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഗൈസ് ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്താ പറയുന്നത്, ഈ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇതുണ്ട്. ഒരുത്തന്നെ അതിന് പറ്റിച്ചൊപ്പിച്ചത്, പറ്റിച്ചതല്ല, അവൻ എനിക്ക് കൊണ്ട് തന്നതാണ്. നമ്മൾ ശരിയാക്കാൻ പറ്റും, കാൽക്കുലേറ്ററാണ് അത്, ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ തന്നു. അപ്പം പക്ഷേ സംഭവം നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ല. അതെന്നാന്ന് വെച്ചാൽ അതിൻ്റെ മദർ ബോർഡ് കംപ്ലീറ്റ് അടിച്ചു പോയിരുന്നു. അപ്പം കംപ്ലൈൻറ്റ് സംഭവമായിരുന്നു. അപ്പം ഈ മെസ്സ് ഞാൻ ഒഴിവാക്കാൻ നോക്കിയപ്പം പിന്നെ അത് കൂടുതൽ മെസ്സായി. ഇതിപ്പോൾ വയറ് വെട്ടം ഇപ്പോൾ കാണാൻ തോന്നും. ഇപ്പം ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഇതല്ലേ നമ്മളിങ്ങനെ ഈ ബ്രൈഡഡ് കേബിളല്ലേ, അതുപോലെ ഞാനിതിൻ്റെ ഈ സംഭവം ഇങ്ങനെ വയർ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ തൊട്ട് പിന്നെ മെസ്സാണ്. എന്തായാലും സംഭവം നമ്മളിങ്ങനെ വേണ്ട ഏറെക്കുറെ ഒരു ബ്രൈഡഡ് കേബിൾ പോലെ. പക്ഷേ ഇതിൻ്റെ നീളം നമുക്ക് എല്ലാം കൂടെ തട്ടിമറിഞ്ഞ് പോകുന്നു. നീളം ഞാൻ കാണിക്കാം. ഇതിങ്ങനെ പോവാം നമുക്ക്. ഛേ 1 2 3 പറയുമായിരുന്നെങ്കിൽ നമുക്ക് എണ്ണാമേ ഇരുന്നല്ലേ. ദോറാബുജി ഇത്ര നീളമുണ്ട് സംഭവത്തിന്. അപ്പോൾ ഇത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇനി നമ്പർ ഇട്ടേക്കാം. സംഭവം ഇവിടെ നമ്പർ ഇട്ടേക്കാം. എന്തായാലും ഇതിപ്പം ഇതുണ്ടല്ലോ, ഇത്ര നീളമുണ്ട്. അപ്പോൾ അതായത് അത്യാവശ്യം എനിക്കൊന്ന് സംഭവം 1 മീറ്റർ ഉണ്ട്, 1 മീറ്റർ അടുത്തുണ്ട്. പക്ഷേ നമുക്ക് 1 മീറ്റർ പോരാ. നമുക്കൊരു കമ്പ്യൂട്ടറിലൊക്കെ കുത്തിയൊക്കെ നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പോരാ. അപ്പോൾ ഞാൻ തന്നെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പോരാ, എനിക്കിത് പോരാ. നമ്മളങ്ങനെ ഇടയ്ക്ക് നമുക്ക് വെർസറ്റൈലായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ പോരാ. അപ്പോൾ നമുക്ക് അത്ര നീളം കൂടെ തയ്ക്കാനുള്ള സംഭവം എടുത്താൽ മതി. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ചു നീട്ടിയത്. അപ്പോൾ ഇത് വയർ നമുക്ക് 3 വേണം. ഗ്രൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ 3 ഇതുണ്ട്. അതിപ്പോൾ കളർ എന്ന് പറയുന്നത് പൊതുവിൽ വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഇങ്ങനെ 3 കളറിലാണ് സംഭവം വരുന്നത്. അതിൽ വൈറ്റ് മിക്കപ്പോഴും ഗ്രൗണ്ട് ആയിരിക്കും. മറ്റേ 2 ലെഫ്റ്റും റൈറ്റും ചാനലിൽ പോകുന്നത്. സ്പീക്കറല്ലേ, അപ്പോൾ സ്പീക്കറിന് നമ്മൾ കൊടുക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റിനും പോകുന്നതാണ്. പൊതുവേ ലെഫ്റ്റും റൈറ്റേ ഉള്ളൂ. 2 ചാനലാണ്. അപ്പോൾ 2 ചാനൽ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ 2 ചാനലുള്ളൂ. അപ്പോൾ 2 ചാനലിനുള്ളതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നതായിരുന്നു സംഭവം മറന്നു. ലെഫ്റ്റും റൈറ്റും, ബ്ലാക്കും റെഡും. പക്ഷേ ഞാൻ ഇപ്പോൾ നമുക്കവിടെ ബ്ലാക്ക് ആൻഡ് റെഡും ഇല്ല. കളർ വലിയതായിട്ട് മാറ്ററല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് സംഭവം വർക്കായി നമ്മൾ ആദ്യം കളർ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് വയർ നമ്മൾ എന്താ പറയുന്നത്, ഈ സംഭവമല്ലേ നമ്മൾ കുത്തുന്ന ഈ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ കളർ ശരിക്കും മാറ്റർ ചെയ്യുന്നില്ല. കാരണം നമുക്ക് സോൾഡർ ചെയ്യുമ്പോൾ മാത്രം അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അതിന് നമുക്ക് ഒരു സംഭവമുണ്ട്. കണ്ടോ, ഇതാണ് മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അനലോഗ് മൾട്ടിമീറ്റർ വേറൊരു സാധനമാണ്. അതുപോലെ ക്ലാമ്പ് മൾട്ടിമീറ്റർ, അതൊക്കെ വേറെയാണ്. നമുക്കിത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനിയതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി വേണമെങ്കിൽ, ഒരു ബാറ്ററി ആണെങ്കിൽ അതും മതി. ബാറ്ററി വെച്ച് വേണമെങ്കിൽ നമുക്കത് ഇത് കണ്ടുപിടിക്കാം. അത് സംഭവം ഇത് നമ്മൾക്ക് എങ്ങനെ വയർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ഏകദേശം 1 മീറ്ററിനടുത്ത് കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇത് എന്നാണെന്ന് വേറെ മുറിക്കുകയാണ്. അപ്പം ഇത് വേണ്ട, ഞാൻ ചുറ്റിയെടുക്കാം, കൈ ചുറ്റിയെടുക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം ഇതുണ്ടോ, ഇത്രയും വയറുണ്ട്. ഇത് ഓൾമോസ്റ്റ് 1 മീറ്റർ ആൻഡ് 1 മീറ്റർ കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട്. 1 മീറ്റർ കഴിഞ്ഞ് ഇച്ചിരി കൂടെ നീളത്തിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള അത്ര. ഞാനിപ്പോൾ എനിക്കൊരു 2.5 മീറ്ററിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത്ര നീളത്തിലെടുത്തത്. രണ്ടും കൂടെ ചേരുമ്പോൾ അത്രയും വരും. മനസ്സിലായില്ല, നമ്മളിപ്പോൾ മറ്റേ കാണിച്ചില്ല, മറ്റേൻ്റെ കൂടെ ഇത് കണക്ട് ചെയ്യുമ്പോഴത്തേനും അത്രയും വരും. അപ്പോൾ അത്രയും വരണം. അതിനാണ് നമുക്ക് ഞാനിപ്പോൾ ഇത് ഇത്ര എടുത്തത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇത് 2 വയറേ ഉള്ളൂ. എന്താ പണ്ടാരം പിന്നെ ബ്ലറാകുന്നു. നിങ്ങൾക്ക് നോക്കാൻ കാണാമായിരിക്കും, 2 വയറേ ഉള്ളൂ സംഭവം. 2 വയറ് ഇവിടെയൊക്കെ കാണുമോ, ഇതുണ്ട്, ഇത് കാണത്തില്ലേ, 2 വയറാണ് ഇതിനകത്തൂടെ പോകുന്ന 2 വയറാണ്. അപ്പം ഈ 2 വയർ പോരാ. ഞാൻ പറഞ്ഞില്ലേ 3 എണ്ണമാണ് വേണ്ടത്. ഗ്രൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, 3 കളർ. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ വേണം. അതിന് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പിടിച്ചിട്ട് ഈ സാധനത്തിന് സെയിം നീളം എടുത്തിട്ട് നമ്മൾ ഇതുണ്ടല്ലോ, ഈ വയറിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇതിൻ്റെ ഈസി ഇതിനങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഇങ്ങനെ സെൻട്രലൊരു പശ പോലെ ഒരു സംഭവമാണ്. നമുക്കിതിങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ഇതിട്ടിരിക്കുകയാണ്. അങ്ങനെ പിടിച്ച്
ഒഴിച്ചിങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ഈ 2 പീസാക്കുക, എന്നിട്ട് ഇതിലെ ഒരു പീസ് നമ്മൾ എടുക്കണം. അത്രേ ഉള്ളൂ. രണ്ട് വേറെ ആയിട്ടോ. നമുക്ക് ഇൻസുലേഷൻ ഒന്നും ബോധമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് ഇത് 2 ഇതാക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് മറ്റേത് പിന്നെ നമ്മൾ എടുത്തു വെച്ച പാട്ടില്ലേ, ആ പാട്ടിൻ്റെ അത്ര നീളത്തിൽ നമുക്ക് പാർട്ടെന്നാണ് പറഞ്ഞ കേട്ടോ, പാർട്ട് ആ പാർട്ടിൻ്റെ അത്ര നീളത്തിൽ നമുക്ക് ഇത് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവമില്ലേ, നമ്മൾ എടുത്ത് വെച്ച 2 ഇതുള്ള വയറ് നമുക്ക് പിരിക്കാം. നമുക്ക് 2 ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബ്രൈഡഡ് കേബിൾ പോലെ ആക്കുമ്പോൾ, അതായത് ഇപ്പോൾ അത് കണ്ടല്ലോ, നമുക്ക് കാണിക്കാം. ഇത് കണ്ടല്ലേ, നമുക്കിപ്പോൾ ഇതുപോലെ ആക്കുമ്പം ഇത് എന്താ പറയുക, ഇത് ഇപ്പോൾ ഇതിനകത്തൂടെ കിടക്കുന്നത് കണ്ടില്ലേ, നമുക്ക് ഈ കേബിൾ ഞാൻ അന്ന് ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെ ഒക്കെ മനസ്സിലായത് ഈ 2 കേബിൾ നമ്മൾ പിരിച്ചിട്ട് നമുക്ക് ഇവിടെ അത് കണ്ടല്ലേ, ഇവിടെ നല്ല പെർഫെക്റ്റ് ഇത്ര ഏരിയ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ബ്രൈഡ് ചെയ്തെടുക്കുവാണെങ്കിൽ, എടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ എടുക്കുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വരും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ സംഭവം ഇങ്ങനെ വിട്ട് നിൽക്കുക, ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് ഇത് കണ്ടില്ലേ ഇങ്ങനെ നിൽക്കും. ഇത് നമുക്ക് അസ്വസ്ഥതയാണ് ഭയങ്കര. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തരത്ത് കൊണ്ടിടുമ്പോഴൊക്കെ സംഭവം ഇത് മാത്രം തെറിച്ച് നിൽക്കും. അത് മാത്രമല്ല നമുക്കിങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഇതാണ് കുറച്ചുകൂടെ വൃത്തിക്കിരുന്നുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ട് മാത്രം നമുക്കിത് കൊണ്ട് ഫസ്റ്റ് എടുത്ത വയർ ഞാൻ പറഞ്ഞില്ലേ 1 മീറ്റർ കൊണ്ടുള്ള നമുക്ക് പിടിപ്പിക്കാനുള്ള വയർ അത് നമുക്കങ്ങ് ഇതാക്കാം. മറ്റേ സംഭവം ഞാൻ ആദ്യമേ പറഞ്ഞു, അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് നമുക്ക് 2 പീസാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വയർ നമ്മളിപ്പോൾ എടുത്ത വയർ മൊത്തം സംഭവം നല്ലതാണോ എന്ത്, അതായത് ഒരറ്റത്തുനിന്ന് മറ്റക്കം വരെ കറണ്ട് ഇല്ലെന്നുണ്ടോ അറിയുന്നത്. കറണ്ട് നല്ലതും പറയില്ല കേട്ടോ, സപ്ലൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിഗ്നൽ നമുക്ക് ഇതിനൊക്കെ ആവശ്യം സിഗ്നൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സിഗ്നൽ ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വയറിനെല്ലാം ചെയ്ത് നോക്കാനുള്ള ഒരു സംഭവം ഞാൻ അതിന് മൾട്ടിമീറ്റർ പറഞ്ഞു. ഇത് നമുക്ക് ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സുനാപ്പി ഉണ്ട്, നിങ്ങൾക്ക് കാണാമോ ഇവിടെ? ഇതേ സാധനം നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ ആരം ഇടുക. അപ്പോൾ നമുക്കിവിടെ ഒരു 1 കാണിക്കും. ഈ 1 വേണ്ട എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ 2 സുന എടുക്കുക. ഇപ്പോൾ കാണാം. എന്നിട്ട് നമുക്ക് പിന്നെ മുറിച്ചില്ല, ഇതിൻ്റെ അട്ട വെച്ച് മുറിക്കണം. ഞാൻ മുറിച്ചിട്ട് കാണിക്കാം. ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളതിൻ്റെ അറ്റം മുറിക്കാൻ നേരത്ത് ഭയങ്കര കെയർഫുള്ളായിട്ട് മുറിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ ഭയങ്കര സെൻസിറ്റീവാണ്. സോ അത് ഏത് നിമിഷവും എക്സ്പ്ലോഡ് ആകും. അപ്പം നമ്മൾ എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബിഹാർഡ് നമ്മൾ മറ്റേ നമ്മുടെ അതിഥീനെ ബിഹാഡ് ചെയ്ത പോലെ ഇതിൻ്റെ നമ്മൾ ഈ സംഭവം വളച്ച് കിട്ടാത്ത സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ നമ്മൾ ഈ കത്രികയും കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രിപ്പറില്ല, പക്ഷേ വയർ സ്ട്രിപ്പറും കൊണ്ട് നമ്മളിങ്ങനെ വലിച്ച് കളയുമ്പോഴത്തേനും അകത്തുള്ള വയർ ഭയങ്കര തിന്നായിരിക്കും. അപ്പം നമ്മളതിൻ്റെ ഇൻസുലേഷൻ വലിച്ച് കളയുന്ന കൊടുത്ത് അതും കൂടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ തൊട്ടടുത്ത് വരെ ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് അത് ബാക്കി കൈ കൊണ്ട് നമുക്ക് വലിച്ച് കളയാം. അതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം കണ്ടോ, നമുക്ക് ഇതിനകത്തൊന്നും പോയിട്ടില്ല. അത് ഇങ്ങനെയാണ് നമുക്ക് ബാക്കി എല്ലാം എടുക്കണം. എടുത്തിട്ട് കാണിക്കും എനിക്ക് ഗീസ്. അപ്പം ഞാൻ ഇതിൻ്റെയും കൂടെ നമ്മൾ ഈ സംഭവമില്ല, ഇതിൻ്റെയും കൂടെ നമ്മൾ മറ്റേ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇവിടെ പിടിക്കും, എന്നിട്ട് ഇവിടെ പിടിക്കും. അപ്പോൾ കീ എന്നൊരു ശബ്ദം കേൾക്കും. കീ കേട്ടു. അപ്പോൾ ഞാനങ്ങ് വെച്ചു, കേട്ടു. എന്നിട്ട് ഇതേ പിടിക്കും, എന്നിട്ട് നമ്മൾ ഇതേ പിടിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഒരു ഇതേ തൊട്ടിട്ട് നമ്മൾ ഇതെല്ലാം തൊട്ട് നോക്കുക. അതായത് ഇവിടെ തൊടുക, പിന്നെ ഈ സെൻറ്ററിൽ തൊടുക, ഇവിടെ ഈ സെൻറ്ററിൽ ഇതേ തൊടുക, പിന്നെ ഇതേ തൊടുക, ഇങ്ങോട്ട് പോലെ. അങ്ങനെ നമ്മൾ എല്ലാത്തതിലും ഇങ്ങനെ തൊട്ട് പോയി കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ വെക്കുക, രണ്ടാമത്തേത് വെക്കുക, എല്ലാത്തിലും തൊട്ട് നോക്കുക, ഇവിടെ വെക്കുക, ഇത് എല്ലാത്തിലും തൊട്ട് നോക്കുക. അപ്പം നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പിടിക്കുമ്പോൾ മാത്രം ശബ്ദം കേൾക്കാറുള്ളൂ. ബാക്കി എവിടെ പിടിച്ചാലും ശബ്ദം കേൾക്കരുത്, മനസ്സിലായി? കേട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ഉണ്ടെന്ന് അതിനകത്ത്. ഇതിന് ഷോർട്ട് ഉണ്ട് ഇതിനകത്ത്. ഇവിടെ പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇവിടെ പിടിക്കുക. അപ്പോൾ ഇതിന് ഇങ്ങനെ മാത്രമേ നമുക്ക് ശബ്ദം കേൾക്കാവുള്ളൂ, മനസ്സിലായി? ഇതേലും പിടിക്കുന്ന പോലെ അല്ല. നമ്മളിപ്പോൾ ഇത് പിടിച്ചിട്ട് ഇവിടെ ഈ സെൻറ്ററത്തെ ഈ സെൻറ്ററത്തെ സ്ഥാനത്തെ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ശബ്ദം കേട്ടെങ്കിൽ ഷോർട്ട് ഉണ്ട്. തിരിഞ്ഞും മറിഞ്ഞു സെയിം സംഭവം തന്നെ. അതുപോലെ തന്നെ ഇതേ പിടിച്ച് നോക്കിയിട്ട് നമ്മൾ ഇവിടെ തൊട്ടാലും മതി. ഇവിടെ തൊട്ട് നോക്കുമ്പോൾ ஆனால் ഇവിടെ എന്നതാണ്, ഇവിടെ ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് വരും, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ തൊട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ഉണ്ട്. അങ്ങനെ ഷോർട്ടുള്ളത് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, സ്പീക്കർ അടിച്ച് പോകാനോ അങ്ങനത്തെ അല്ല ഔട്ട്പുട്ട് പോകാനോ അങ്ങനത്തെ സംഭവത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വെച്ച് ചെയ്യല്ലേ. ഇപ്പോൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, സംഭവം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സോൾഡറിങ്ങിലോട്ട് ഇടാം. സോൾഡറിങ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഡെഞ്ചിൻ റൈഡ് നടത്തേണ്ട കാര്യമില്ല. നമുക്ക് ഡെഞ്ചിൻ റൈഡ് നടത്താൻ തന്നെ സംഭവം അതെ സോൾഡറിങ്
വയർ എന്ന് പറയും. ഈ സാധനമാണ് നമ്മൾ ഉരുക്കുന്നത്. ഈ സാധനം നമുക്ക് വേണം. ഇത് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണം. അപ്പാരൻ്റലി ഇത് ഭയങ്കര ഷീറ്റ് സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിലും കുറേ സമയം മെനക്കെടും. പിന്നെ നമുക്ക് വേണ്ട സോൾഡറിങ് ആണ്. ഇതുപോലത്തെ ഒരു സാധനം എടുക്കുക. നിങ്ങളതൊക്കെ ക്ലീനായിട്ടൊക്കെ വെക്കണം. എനിക്ക് പിന്നെ ഇതുണ്ടല്ലേ, ഇത് എന്നാ പറയുക, ഇതുകൊണ്ട് ഞാൻ കാപ്പി തിളപ്പിക്കാൻ നോക്കിയ പോലെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സാധനം വേവിക്കാൻ നോക്കിയ പോലെ ഉണ്ടേ കണ്ടിട്ട്. വേവിക്കാനൊന്നും നോക്കിയിട്ടില്ല. മീറ്റൊക്കെ വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വാത്ത എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ക്ലീനായിട്ട് വെക്കേണ്ട സാധനങ്ങളാണ്. ഒരിക്കലും ഇങ്ങനെ ഡേർട്ടി ആയിട്ട് ഇടരുത്. നിങ്ങൾ ഡേർട്ടി ആയിട്ട് എടുത്താൽ ഇൻഫെക്ഷനൊക്കെ വരും. അത്ര തന്നെ. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇതിന് ഇൻഫെക്ഷൻ വരും. വരും, അത്ര തന്നെ. വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സോൾഡറിങ്ങനൊക്കെ ചൂടാക്കാൻ ഹീറ്റ് ചെയ്യാൻ വേണ്ടി കുത്താൻ ഇടുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ ഇതുപോലത്തെ ഇത്തരം ഇതില്ലേ, ഇതിൻ്റെ സോക്കറ്റില്ലേ, അതായത് ഈ ട്യൂപ്പിനില്ലേ, അപ്പം ഞാൻ കാണിച്ചില്ല, ട്യൂപ്പിൻ രണ്ടെണ്ണമുള്ള നമ്മളതേ കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ സാധനം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലായിരിക്കുന്നത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന എന്താ പറയുന്നത് സംഭവമായിട്ട് നമുക്ക് എന്തായാലും ചിലപ്പോൾ ഒരു ചെറിയ കോൺടാക്റ്റ് എങ്കിലും കാണും. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ബോർഡിലൊക്കെ ആണെങ്കിൽ ചെയ്യുന്നെങ്കിലും. പക്ഷേ ഇതിലും നമുക്ക് ഈ സംഭവത്തിൽ അറിയാതെങ്കിലും കൈ എല്ലാം തൊട്ട് കഴിഞ്ഞാൽ സംഭവം ഇതാകും. മനസ്സിലായി? അത് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണടിച്ച് തട്ടി പോത്താണ് ആ സംഭവം. നമുക്കിപ്പം 3 പിന്നുള്ളതിലേ കൊടുക്കാവുള്ളൂ. ഈ 3 പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 3 പിന്നുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായി? ഇതിന് നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ എർത്ത് വേണം. ഞാനിപ്പോൾ ഈ മഞ്ഞ ഒരു 2.5 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ നല്ല സൂപ്പർ വയറായി കിടക്കുന്നത്. ഈ മഞ്ഞ ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. മനസ്സിലായി? ഈ സംഭവം ഞാൻ തന്നെ ചെയ്താണ് ഡീഷ്. അപ്പം ഇത്രയും, അതായത് ഇങ്ങനെ എർത്ത് വേണം നമുക്ക് സംഭവം. ഈ കുത്തുന്ന ഇതിപ്പോൾ പോയിട്ട് കാര്യമില്ല. ഈ പോയി കയറുന്ന സംഭവത്തിലും, അതായത് ഇപ്പോൾ ഇവിടെ കയറില്ല, ഈ കയറുന്ന സംഭവത്തിൽ എർത്ത് വേണം. അത് നമുക്കിപ്പം എല്ലാപ്പോഴും പറ്റിയെന്നില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ഈ എർത്തുള്ളതിൽ സംഗതി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് ഭയങ്കര റിസ്ക്കാണ് ഈ സാധനം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, റിസ്ക്കാണ്. നമുക്ക് റിസ്ക് എടുക്കരുത്. ഇങ്ങനത്തെ കൊടുക്കുക മാക്സിമം. പ്രത്യേകിച്ച് സോൾഡറിങ് ചെയ്യേണ്ട കാര്യം, ഞാൻ അതിങ്ങനെ കറണ്ട് അടിക്കുകയൊന്നുമില്ല. എന്നാലും നമ്മളെപ്പോഴും സേഫ്റ്റി മുൻനിർത്തി വേണം എന്ത് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി മുൻനിർത്തി വേണം. അത്ര നമ്മൾ ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ ഇറങ്ങാവുള്ളൂ. ഇപ്പം ഞാൻ ഈ ബുക്കിൻ്റെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടായോടെ തീ പിടിക്കും. തീയൊന്നും പിടിക്കില്ല, എന്നാലും അത് പ്രശ്നമാണ്. ബുക്ക് ഒരു പോയി പറഞ്ഞ പോലെ ഐഡിയ. നമ്മളിപ്പം പെട്ടെന്ന് നമുക്കിപ്പോൾ സോൾഡറിങ് ചെയ്യാൻ ചൂടാകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം ഇതൊക്കെയാണ് നമുക്കിങ്ങനെ ഇതിലൊക്കെ സോൾഡറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. ഇവിടെ നമുക്ക് കൈ പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് മെറ്റലാണ്, ഈ സാധനം മെറ്റലാണ്. അപ്പം ഇത് ഭയങ്കരമായിട്ട് ചൂടാകും. നിങ്ങൾ സോൾഡറിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇത് ഭയങ്കര ചൂടാകും. നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോവും. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ പഠിച്ചാണ് ഗൈസ്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഞാൻ എസ്പെഷ്യലി ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടാണ് എക്സ്പീരിയൻസ് വഴിയാണ് പഠിക്കുന്നത്. ഇറ്റ് മീൻസ് ഐ ഹാവ് ബീൻ ഇലക്ട്രിക്യൂട്ടഡ് സോ മെനി ടൈംസ്. ഡോണ്ട് ട്രൈ, യു വിൽ ഡൈ. ദാറ്റ്സ് ഓൾ. എന്നിട്ട് പറഞ്ഞു വന്ന സംഭവം, നമ്മളിങ്ങനെ ഒരു റബ്ബർ ബാൻഡ്, നല്ല ഒരു തിക്കാസ് റബ്ബർ ബാൻഡ് ഏതെങ്കിലും ഡഞ്ചൻ റൈഡ് നടത്തി ഒപ്പിക്കുക. ദെൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇടുക. ഇത് സംഭവം നമ്മൾക്ക് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മുറുകുന്നോടെ വരെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇടുക. എന്നിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് നമ്മൾ ഇവിടെ ഈ സംഭവം വെക്കുക, ഇതിയുടെ അറ്റത്തേക്ക് കയറ്റി വെക്കുക, വിടുക. നമ്മൾ ഇവിടെ നിന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ആ സംഭവം റബ്ബർ ബാൻഡ് മുറുകുമല്ലോ. നമ്മൾ നല്ല മുറുകിയണം. മുറുകിയിടുമ്പോഴത്തേന് ഈ സംഭവം അങ്ങ് പിടിക്കും. പിന്നെ അത് പോരുമില്ല. മനസ്സിലായി? പിന്നെ നമുക്കിതിൽ എന്ത് പരിപാടിയാണെങ്കിലും കാണിക്കാം. അപ്പോൾ നമുക്ക് സോൾഡറിങ് ചെയ്യാനൊക്കെ നമുക്ക് മറ്റേ സംഭവമില്ല, നമുക്കിത് പിടിച്ച് വെക്കാൻ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് എൻ്റെ പേര് ഞാൻ മറന്നു. നമുക്കൊരു സംഭവമുണ്ട്, അത് ഇങ്ങനെ പിടിച്ച് നടത്തുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ആ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ടെക്നോളജിക്കലി ബാക്ക്വേർഡ്സ് വി ആർ നീഡ്. സോ ഐ ഹാവ് ഇന്നവേർഡ് പാസ്. ഓക്കെ, ഐ ആം ബ്ലാക്ക്. ഇത്രയൊക്കെ ബ്ലാക്ക് ആയാൽ മതി. ഇവിടെ ബ്ലാക്ക് ഉണ്ട്, വാട്ടവർ എന്തെങ്കിലും വാട്ടെ. അപ്പം നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ഈ ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടതാണ്. Then let's continue our work. പിന്നെ ഗൈസ് നമുക്കിതിങ്ങനെ മാക്സിമം ഇതിൻ്റെ മണ്ടക്കോട്ട് കയറ്റിയിടുവാണെങ്കിൽ, ഇങ്ങോട്ട് ഈ ഇവിടെയായിട്ട് കയറ്റിയിടുവാണെങ്കിൽ അത്ര ഫോഴ്സ് നമുക്കിവിടെ വരും. മനസ്സിലായോ? പ്രിൻസിപ്പിൾ ഓഫ് മൈ പ്രിൻസിപ്പിൾ, അത്രേ ഉള്ളൂ. മൈ പ്രിൻസിപ്പിൾ, ഞാനുണ്ടാക്കിയ പ്രിൻസിപ്പിൾ. പാറ്റൻ്റ് ഒന്നുമില്ല, കോപ്പിറൈറ്റ് അടിക്കരുത് ദയവ് ചെയ്ത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നും. ഞാനിപ്പം പക്ഷേ ഒരു സംഭവം പറയാം. നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും നിങ്ങൾക്കതൊക്കെ മിക്കവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നമുക്ക് സോൾഡർ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. നമുക്കിങ്ങനെ നമ്മൾ എടുത്തു വെച്ച വയറില്ലേ, ഇത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളിത് ടിൻ ചെയ്യാമെന്ന് പറയാം. ടിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ
ടിന്നിങ് എന്ന് പറയാം. നമ്മളിപ്പം ഞാൻ കാണിക്കാം. നമ്മുടെ എന്തെങ്കിലും ഒരു മെറ്റൽ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെക്കുക. ദെൻ ഈ സംഭവം ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വെക്കുക, കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടാകും. നമ്മൾ നല്ല പോലെ ചൂടാകണം. അത് നമുക്കിത് കുറച്ച് ഇവിടെ ഈ വയറൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, ഇൻസുലേഷനാണ്. അപ്പോൾ അതുപോലെ ചൂടാകണം. അതിന് പിരിക്കാൻ നോക്കിയാൽ എങ്കിലേ അതിൻ്റെ ഒരു എല്ലായിടത്തും ചെല്ലത്തുള്ളൂ സംഭവം. ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കുക. ഇത് ഇതങ്ങനെ ഇരുന്നോട്ടെ, കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ അടിയിൽ അങ്ങനെ ഞെങ്ങിയിരിക്കുമ്പോഴത്തേനും മറ്റെന്തോ എന്ത് സംഭവം, ഈ സംഭവം കുറച്ച് നേരം അതിങ്ങനെ ഒരു നല്ല നമുക്ക് അറിയാം. അതിങ്ങനെ നല്ലപോലെ ചൂടായി, നല്ലപോലെ ചൂടാണ്, നല്ലപോലെ ചൂടായി. ഈ സോൾഡറിങ് നമുക്ക് ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന്, നമ്മൾ ഈ സംഭവം വാങ്ങിക്കുമ്പോൾ നല്ല വാച്ച് കൊടുക്കും. ഇപ്പം 25 വാട്സിൻ്റെ എൻ്റെ ആയിരിക്കണം, പക്ഷേ ഈ സംഭവം ഭയങ്കര എന്താ പറയുക, ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്കാണ്. അപ്പം നമ്മളൊരു വാങ്ങിക്കുമ്പോൾ ഒരു 50 വാട്സ് അടുത്തുള്ളത് വാങ്ങിക്കുക. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, കുറേ നേരം നിൽക്കുകയും ചെയ്യും സംഭവം, മനസ്സിലായി. അത് കുറച്ച് നേരം നിൽക്കണം. നമുക്കിപ്പോൾ ഇത് പെട്ടെന്ന് തണുത്ത് പോകും, നമുക്കത് ഉപകാരപ്രദമല്ല. അപ്പം ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ നൈസായിട്ട് ഇവിടെ കൊണ്ടിങ്ങനെ മുട്ടിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉരുകും, സംഭവം ഉരുകും. ഉരുകടേ മണം കിടത്തല്ലടേ. കണ്ടോ, ഉരുകുന്നുണ്ട്, നമുക്കിത് കാണാൻ തോന്നുന്നു. ഇത് ഉരുകും. ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്കിത് ഉരുകും. ഇത് ഉരുകുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് ഇതിങ്ങനെ പിടിക്കും. ഞാൻ കാണിക്കാൻ പറ്റും, ചൂടായിട്ടില്ല സംഭവം, അതാണ്. നിങ്ങൾക്ക് അപ്പം സൂക്ഷിച്ച് നോക്കിയാൽ കാണാമായിരിക്കും ഇതിൻ്റെ ഇവിടുത്തെ ഈ കവറിങ് ഇതിങ്ങനെ കയറി പോകുന്നുണ്ട്. ഉരുക്കിയിട്ടാണ്, ചൂടായിട്ടാണ് സംഭവം. ഇത് കണ്ടോ, എനിക്കിങ്ങനെ കാണാമായിരിക്കും. ഇതിപ്പം ഞാൻ കാണിക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഈ വയറ് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. ഈ ലെഡിൽ ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് നല്ല ഇതാക്കി എടുക്കണം. ഇതിനാണ് ടിന്നിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സംഭവത്തിലോട്ട് കൊണ്ട് സോൾഡർ ചെയ്യാൻ നേരത്ത് ഇത് പിടിക്കില്ല, മനസ്സിലായി, വയറ് പിടിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, മനസ്സിലായി, അതങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ സംഭവം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ടിന്നിങ് ചെയ്യാൻ നമ്മൾ സോൾഡർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പിടിക്കില്ല. അല്ല, പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് വിട്ടുപോകും, മനസ്സിലായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടിയ ഇത് ഉപയോഗിക്കും. ഈ ലെഡ് നമ്മൾ ഉപയോഗിക്കുന്ന വയറല്ലേ, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടിയ വയർ ഉപയോഗിക്കും. നല്ല നമുക്ക് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ വയർ, പൈസ കൂടിയൊന്നുമല്ല, ക്വാളിറ്റി കൂടിയ വയർ ഉപയോഗിക്കും. നമുക്ക് ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്ന ഒരു വയർ ഉപയോഗിക്കണം, ക്വാളിറ്റി ഉള്ളത്. അല്ലാത്ത വയർ ഉപയോഗിച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ട പോലെ അതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകും, മനസ്സിലായി. പെട്ടെന്ന് ചൂടാകുന്നതിന് മുന്നേ സംഭവം, അല്ലെങ്കിൽ ചൂടായിട്ട് ഒരു ഉരുളയായിട്ട് അങ്ങ് പോകും, മനസ്സിലായി. അല്ലാണ്ട് ഇത് പിടിക്കില്ല, ശരിക്കും നമ്മൾക്ക് ആ സംഭവത്തിലോട്ട് ഇത് പിടിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ തോന്നും. ഞാനതിങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ റിങ്ങ് പോലെ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്, ആ റിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ. എന്നിട്ട് നമുക്കിനി അത് സോൾഡറിങ് വെച്ചിട്ട് അവിടെ സോൾഡർ ചെയ്യാം. അതാണ് നമുക്കിനിപ്പം ഇതും ഈ ആട്ടത്തെയും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ റിങ് പോലെ ചുറ്റി എടുത്തിട്ട് ഈ ഓരോ വയറായിട്ട് നമുക്കിങ്ങനെ സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ലെഡ് ഇതിലാക്കുമ്പോഴത്തേന് ഈ രണ്ടും ഇതേലോട്ടും ഇവിടുന്ന് ഇതേലോട്ടും മുട്ടരുത്. ഈ 3 ഇതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇതിൽ തമ്മിൽ മുട്ടാതെ മാത്രം നോക്കിയാൽ ലെഡ് ഒരുക്കി നമ്മൾ മുട്ടരുത്. അതിനൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. മൾട്ടിമീറ്റർ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് സീൽ ചെയ്യാം. അങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം ഒന്നും കൂടെ ഇത് എന്താ പറയുക, ഒന്നും കൂടെ മൾട്ടിമീറ്ററിന് കണ്ടിന്യൂറ്റി ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ പണി കിട്ടും. അത് പറയാനാണ് മേ ബി നിങ്ങൾ ഇത് ചെയ്യാൻ നേരത്തെ ഇതുപോലെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇത് പോപ്പ് ചെയ്ത് വരും. ഈ പുറത്തോട്ട് എന്തെങ്കിലും സംഭവം ഇങ്ങനെ തെള്ളി വരും. ഈ പ്ലാസ്റ്റിക്കിലേ അത് ഉരുകുന്നതാണ്. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് അങ്ങനെ ഉരുകിയാലും സംഭവം അതിനകത്ത് സേഫായിട്ട് നിന്നോളും, മനസ്സിലായി. നമ്മളതിൽ കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങളിതിൻ്റെ കുറച്ച് ഏറെ ഇങ്ങനെ ഇവിടെ വായു ഇതുണ്ടോ ഗൈസ്, നിങ്ങളിങ്ങനെ കുറച്ച് ഏറെ നിങ്ങളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനെ പിരിച്ചിട്ട് ഇങ്ങനെ പിരിക്കാം. ഒരുപാടങ്ങ് പിരിക്കുന്നതിന് ചോട്ടിൽ നിന്ന് ഈ സംഭവം ഇങ്ങനെ വിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് വയർ നമ്മളവിടെ നല്ല വൃത്തിയായിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. അത് മതി. അപ്പം രണ്ടാമത്തെ വയർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ടൈറ്റിലങ്ങ് ഇങ്ങനെ പിടിക്കുക. നമ്മളിങ്ങനെ പിരിച്ചങ്ങ് കൊടുക്കുക. സംഭവം അവിടെ ഒന്ന് സെറ്റാക്കുക. അപ്പം പിരിച്ചിട്ട് അത് സോൾഡർ ചെയ്തിട്ട് കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ട് കാണിക്കാം. നമ്മളിത് സോൾഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾഡർ ചെയ്ത് നമ്മൾ ഉടനെ അതേ പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് ചൂടാണ് സംഭവം, നല്ലപോലെ ചൂടായിട്ട് അങ്ങനെ അങ്ങ് പിരിക്കണം. പെട്ടെന്ന് അതേ പിടിച്ച് പിന്നെ വലിക്കുകയോ തിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അത് സംഭവം ഇങ്ങനെ പോരും. ഇപ്പം നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മുകളിലിടാം. ഇതിപ്പോൾ കണ്ടില്ല നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ആ ശബ്ദം നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഓരോ വയറിൻ്റെയും ഇതിനകത്ത് നമുക്കിപ്പം നമ്മൾ ചെയ്ത തീരെ ചെറിയൊരു സംഭവമല്ലേ, അപ്പോൾ അതിനകത്ത് ഷോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിവിടെ ഇങ്ങനെ 2 വയർ, നമ്മളിപ്പം ഈ കിടക്കുന്നതിൽ ഏത് വയർ നമ്മളിങ്ങനെ
അങ്ങോട്ട് വേണമെങ്കിലും തമ്മിൽ ഈ രണ്ട് ലെഡിൽ കൊടുത്തു നോക്കിയാലും ഇതിന് ശബ്ദം കേൾക്കരുത്. അതെന്തുകൊണ്ടാണ് ശബ്ദം കേൾക്കരുതെന്ന് പറയുന്നത്? അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, അതായത് ഷോർട്ട് ഇല്ല എന്നാണ് കണ്ട. അപ്പോൾ നമുക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു, വേറെ പിടിച്ചിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ 2-3 തവണ തിരിച്ചും മറിച്ചൊക്കെ നോക്കുക. അപ്പം ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കുക. വയറൊക്കെ ഇങ്ങനെ എടുത്ത് ഓരോ വയറിൻ്റെ അറ്റം അടുത്ത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിച്ച് നോക്കുക. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പം സംഭവം സെറ്റാണ്. ഇതാണ് ശബ്ദമൊന്നും കേൾക്കാം. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഗ്ലൂ ഗൺ ഇട്ട് ഒന്ന് വൃത്തിയാക്കണം. നമുക്ക് പിടിക്കാനും പിന്നെ നല്ല സെറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടൊക്കെ അതൊന്ന് വൃത്തിയാക്കണം. So let's find our jelly mat, the glue gun. Personalized, customized glue gun. നമ്മുടെ ഗ്ലൂഗൺ ചാൻ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഗ്ലൂഗൺ ചാനിനൊരു കുഴപ്പമുണ്ട്. ഗ്ലൂഗൺ ചാൻ്റെ കൈ വല്ലപ്പോഴേ വർക്ക് ചെയ്യൂ. അതുകൊണ്ട് നമ്മൾ പുറകിൽ നിന്നൊരു പുഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൂഗൺ ചാനിന് സ്വിച്ച് ഇല്ല. അതുകൊണ്ട് സ്വിച്ച് കണ്ടില്ല, ട്രാൻസ്പെറൻ്റാണ്. നമുക്ക് PC-യുടെ ഒക്കെ ലൈറ്റ് ലൈറ്റോ PC-ക്കൊക്കെ ഗ്ലാസ് ഇടത്തില്ലേ ഈ സൈഡിൽ, അതുപോലെ നമുക്ക് അതിനകത്ത് നമുക്ക് കാണാമെന്നില്ല. അതിനകത്ത് എന്നാന്നും നമുക്ക് കാണില്ല. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നോക്കിയാലും കാണാൻ പാടാ കേട്ടോ. ഇരുട്ടാ ഭയങ്കര. 2 വയറാ ഉണ്ടോ, ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് വയർ ഈ പോകുന്ന. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്വിച്ച് പോയതാണ്. അപ്പം സ്വിച്ച് പോയ കാരണം സ്വിച്ച് എടുത്താൽ കളഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ സ്വിച്ച് കിട്ടിയില്ല. എന്ന് വെച്ചാൽ വേറെ വാങ്ങിക്കണ്ടേ. എന്നത്തിൻ്റെ സ്വിച്ച്? നമ്മളിപ്പം അവിടെ നമ്മൾ എക്സ്റ്റൻഷനെ കൊടുക്കുമ്പോൾ ഇതിന് സ്വിച്ച് ഉണ്ടല്ലോ, പിന്നെ എന്നത്തിൻ്റെ സ്വിച്ച്? പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ കുറച്ച് നേരം ചൂടാകാൻ വെക്കണം. നമ്മൾ ഉടനെ പിടിച്ച് ഞെക്കരുത്. ഇത് മാക്സിമം ഇത് കണ്ടില്ലേ ഈ സാധനം, മാക്സിമം ഇത് നല്ലപോലെ ഇത് കണ്ടില്ല. ഇപ്പോൾ ആകാൻ തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിങ്ങനെ തൊടുകയൊക്കെ ചെയ്യാം. ഇത് നല്ലപോലെ അങ്ങ് ചൂടാകണം. നല്ല പച്ചവെള്ളം പോലെ ഈ സാധനം ഉരുക്കി വരുന്ന പോലെ ചൂടാകണം. എന്നിട്ടും നമുക്കിത് ഉപയോഗിക്കാവുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഇതിൻ്റെ മാക്സിമം എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാക്സിമം എഫക്റ്റീവായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കണമെങ്കിൽ ഇത് നല്ലപോലെ ചൂടാകണം. എങ്കിലേ അതിൻ്റെ ഔട്ട്പുട്ട് നല്ല ക്ലീൻ ആയിരിക്കത്തുള്ളൂ. നമുക്കിത് ചൂടാകാൻ വെക്കാം. നമുക്ക് ചൂടാകട്ടെ. ഹീരബോയ് ഓം ഗ്രീൻ കുട്ടിച്ചാത്ത ചൂടാകൂ. നമ്മുടെ ഗ്ലൂ ഗൺ ചൂടാകാൻ വെച്ച സമയത്ത് what the fuck bro, he's drooling like he saw some waifus. Oh my god, bro. Hell I'm the one sitting right in front of me. No, no, I'm not the wife. I'm not gay. I'm not the wife. And look at bro, like, bro, what the fuck? And look at his drool, like, why is it in shape? This shit looks like 2 balls. Like, what the fuck? hell no, man. Damn, 2 testicles, like. Shit, bro. What the fuck? How similar this is? Dirty, bro. Dirty ass motherfucker. Yeah, yeah. അപ്പോൾ ഫൈനലി നമ്മുടെ ഗ്ലൂ ഗൺ അങ്ങനെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഇതെല്ലാം ബാക്കിലേക്ക് നൈസായിട്ട് അധികം തമ്മി മുട്ടാതെ നോക്കുക. എന്നിട്ട് നൈസായിട്ട് നമ്മളിങ്ങനെ ബാക്കിലോട്ട് പിടിച്ച് ജസ്റ്റ് ഒരു അകലം വെച്ചാൽ മതി. അതെല്ലാം തമ്മിലൊരു നമുക്കങ്ങനെ കാണുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരു അകലം തോന്നിക്കുമല്ലോ. എന്നിട്ട് ആ അകലം വെക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പശ അങ്ങോട്ടങ്ങ് ആളിച്ചങ്ങ് കൊടുക്കുക. അത്ര തന്നെ. അല്ല പിന്നെ അങ്ങ് കവർ ചെയ്യുക. നമുക്കിങ്ങനെ ഫില്ലങ്ങ് ചെയ്യും. ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതിനിടയ്ക്ക് ഓഹോ അയ്യേ bro, disgusting. ഇങ്ങനെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ചെയ്ത അത്ര ഭാഗം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ നന്നായിരിക്കും. അതെന്നു വെച്ചാൽ അപ്പോൾ അത്ര ചെയ്യുക, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഗൺ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഇതൊരു റബ്ബർ തന്നെയാണ് സംഭവം. ഐ മീൻ നോട്ട് ദ റബ്ബർ, ഡിഫറെൻറ്റ് റബ്ബർ. അയ്യോ കൈ കൊള്ളുന്നേ. അയ്യോ ഈ മെസ്സ് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഈ സംഭവമൊക്കെ അനങ്ങാതെ അവിടെ ഇരുന്ന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിപ്പം ജസ്റ്റ് സംഭവം അവിടെ നിന്ന് സെറ്റായിട്ടൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ദേ നോക്കൂ, ട്രാൻസ്പെറൻറ്റ് ഹെഡ്ഫോൺ ജാക്ക്. ഇനി ഇത് ഉണങ്ങട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിവിടാതിരുന്നാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ സംഭവം സെറ്റാകും. നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് മിനുക്ക് പണികളുണ്ട് ചെയ്യാൻ. നമുക്ക് എൻ്റെ വയർ ബ്രേഡ് ചെയ്യണം, പിൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ വേസ്റ്റ്, ഇതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന വേസ്റ്റ് ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ ഗ്ലൂ ഗൺ. നമുക്കതൊന്ന് പെർഫെക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലിട്ടൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതല്ലേ, അപ്പം അത് ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മൾട്ടിമീറ്റർ വെച്ച് പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്തെടുക്കണം. ഈ ഗ്രൗണ്ട് പിടിക്കുക, ഒരു വര കൊടുക്കുക. ഇപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത 2 കേട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരേണ്ടത്. നമ്മൾ അടുക്ക് വെക്കുക, അടുത്തത് പറഞ്ഞിട്ട് കേൾക്കണം. അത് കേട്ടു. ഗ്രൗണ്ടിലും കേൾക്കരുത്, റൈറ്റിലും കേൾക്കരുത്. അപ്പോൾ 2 കിട്ടും. ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് തത്തിലോട്ട് വെച്ച്
ഇവിടെ വയ്ക്കുക. കേട്ടോ, ഇതേ മാത്രമേ കേട്ടുള്ളൂ. അത് രണ്ടെണ്ണത്തിലും കേൾക്കരുത്. വേണം ഇങ്ങനെ അനക്കിയൊക്കെ നോക്കാം കേൾക്കുന്നുണ്ടോന്ന്. കേൾക്കരുത്. ഇത് കേൾക്കുന്നില്ല സംഭവം. ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മണ്ടക്കത്തെ ഈ നമുക്ക് ആവശ്യമില്ല. ഇത് നല്ല നല്ല വണ്ണത്തിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടില്ലേ, നമുക്കപ്പോൾ ഇത്രയും വണ്ണത്തിൽ ഇത് വേണ്ട. അപ്പം നമുക്ക് വേണ്ടാത്ത നമുക്ക് ഈ അറ്റത്തൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്കൊരു ബ്ലേഡിന് ഇങ്ങനെ സ്ക്രൈപ്പ് ചെയ്താൽ നമുക്കിങ്ങനെ ഉരച്ചങ്ങ് കളഞ്ഞാൽ മതി. സംഭവം അങ്ങ് പൊക്കോളും. മനസ്സിലായി? അങ്ങനെ ഉരച്ചങ്ങ് കളയാം. കളഞ്ഞത് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മുടെ ബോയ് നല്ല ശക്തി ബോയ് ആവും. ഇതങ്ങനെ നമ്മളെ സംഭവം ശരിയായിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ ബ്രേഡ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് എന്താ പറയുക, പിന്നി ചെയ്തെടുക്കാം. ഇങ്ങനെ പിന്നി എടുക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, കാണിക്കാം. ഫസ്റ്റ് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ടിടുക, എന്നിട്ട് ഇതെടുത്ത് ഇങ്ങോട്ടിടുക. അല്ല ഇതിൻ്റെ അടിക്കോട് എടുക്കുക, ഇപ്പുറത്തോട്ടിടുക. ദെൻ ഇതിൻ്റെ അടിക്കോടെടുത്ത് ഇപ്പുറത്തോട്ടിടുക. ഇതിൻ്റെ അടിക്കോടെടുത്ത് ഇപ്പുറത്തോട്ടിടുക. ഇതിൻ്റെ അടിയെടുത്ത് ഇപ്പുറത്തോട്ടിടുക. ഇത് തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. കുറേ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോവുക താഴോട്ട്. ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് വലിച്ച് ഇതിൻ്റെ ഒരു നീളമൊക്കെ ഇനി ഒന്ന് കറക്റ്റൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് സംഭവം അങ്ങ് പോകും താഴോട്ട്. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെ താഴെ വരെ. സോ ഗൈസ്, നമ്മളങ്ങനെ ഇത് മൊത്തം നമ്മളങ്ങനെ പിന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണില്ല, എല്ലാം മെസ്സായി. അതിനകത്ത് കുഴഞ്ഞു പോയി. എടുക്കാൻ നിൽക്കുക. സോ നമ്മളങ്ങനെ എന്നപ്പത്തേന് അടുത്തത്തെ പോയിരിക്കും. എന്നതാണ് വേണ്ടത്? ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഞാനിങ്ങനെ പിന്നെ ചെയ്തെടുത്ത് നമ്മളിങ്ങനെ തലമുറയൊക്കെ പിന്നെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇതെന്തായാലും ഇപ്പം ഞാൻ അരമണിക്കൂറോളം എടുത്തു ഇത്രയും നീളമുള്ള ഇതാണെങ്കിലൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളൊരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ എത്ര നേരം മെനക്കെട്ടതല്ലേ. ഒരു ലൈക്ക് അല്ലെങ്കിൽ ഐ വിൽ ഷൂട്ട് യു. ഗ്ലൂ ഗൺ വിൽ ഡ്രൂൾ ഓവർ യുവർ ഡെസ്ക്. നിങ്ങളുടെ കട്ടിലെല്ലാം ഞാൻ ഗ്ലൂ ഗൺ ആക്കും. ലൈക്ക് അടിക്കടാ, ലൈക്ക് അടിക്കാത്തവരല്ല ലൈക്ക് അടി. നമ്മളിങ്ങനെ ഇവിടെ ലാസ്റ്റ് ഇവിടെ സെലോട്ടേപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ പിന്നെ അത് തിരിച്ചുകൂരി പോരായിരിക്കും. അങ്ങനെ പോരില്ല, എന്നാലും അങ്ങനെ തിരിച്ചുകൂരി പോരായിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു സെലോട്ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം ഇതിനകത്ത് ഏത് വയറാണ് ഇതിനകത്ത് ഏതെന്ന്. എന്നിട്ട് നമുക്ക് മറ്റേ മുന്നേ എടുത്ത സംഭവമില്ലേ, ഇതെന്ന് വരുന്നത് ഇതിൻ്റെ വയറുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യണം. അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അറ്റം അങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് നമുക്കിപ്പം ഈ രണ്ട് അറ്റമല്ലേ, ഇത് അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ജോയിൻ ചെയ്തു ഓൾറെഡി. ഞാനത് കാണിക്കാം എങ്ങനെയാണ് ഞാനത് ചെയ്തതെന്നുള്ളത്. അതായത് ഇപ്പം മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിലിടുക, മുന്നേ പറഞ്ഞ പോലെ. ഇതിന് 2 ലെഡ് എടുത്ത് ഒരു ലെഡ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പിടിക്കുക. ഇതിൽ ഈ റിങ്ങിൽ നമ്മൾ എവിടെ പിടിച്ചാലും കുഴപ്പമില്ല, റിങ്ങിലോട്ട് ഇപ്പില്ല എവിടെ പിടിച്ചാലും കുഴപ്പമില്ല. ദെൻ നമ്മൾ ഓരോ വയർ വെച്ച് നമ്മൾ ഇതിനിപ്പം ഇതിൻ്റെ നമ്മൾ ചെയ്തെടുത്ത വയറാണിത്. അപ്പം അതിലെ നമ്മളിങ്ങനെ ഓരോ വയർ ടച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് അങ്ങനെ വരുമ്പോൾ ഒരു വയർ വരുമ്പോൾ നമുക്കിത് ശബ്ദം കേൾക്കും. അപ്പോൾ ഇതാണ്, അതായത് ഈ സെൻട്രലത്തെ റിങ്ങിൻ്റെ വയറാണ് ഇത്. മനസ്സിലായി? ഇപ്പോൾ പിടിയിട്ടില്ലേ? അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ സെയിം മെത്തേഡ് ഇതിൻ്റെ എഡ്ജിനും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടോ, ആ കറക്റ്റ് ആ ഒരു ഇതിനുള്ളത് മാത്രമേ അത് ബീപ്പ് അടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ബീപ്പ് അടിക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചത് ഇത് ഓൾറെഡി ചെയ്താണ്. അപ്പോൾ നമുക്കിനി ഈ സെലോട്ടേപ്പ് പിടിച്ചിരിക്കുന്ന അയച്ചിട്ട് നമുക്ക് ഈ ബാക്കി നീളമുള്ള വയർ നമുക്ക് ഇതിൽ ഇങ്ങനെ ചുറ്റിയെടുത്ത് നല്ല ക്ലീൻ ആയിട്ട് നമുക്കിതങ്ങ് തീർക്കാം, സംഭവം തീർക്കാം. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ആ വയർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ വയർ ജോയിൻ ചെയ്ത് എന്നിട്ട് അതിൻ്റെ മണ്ടേ കൂടെ ഈ സെലോട്ടേപ്പില്ലേ, വീതിയുള്ള സെലോട്ടേപ്പ് ഇങ്ങനെ റാപ്പ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചുറ്റിയെടുത്തതാണ്. അപ്പോൾ അത് നല്ല എന്താ പറയുക, നല്ല സ്ട്രെങ്ത്തിൽ നല്ല ക്ലീൻ ആയിട്ട്. ഇപ്പോൾ അതിനകത്ത് കാണുന്ന ഇൻസുലേഷൻ്റെ ഇപ്പോൾ മറ്റേ കറുപ്പ് നമ്മൾ മറ്റേ എന്താ പറയുക ഇലക്ട്രിക്കൽ പരിപാടികൾക്കൊക്കെ വാങ്ങിക്കുന്ന ഈ സാധനം ഇത് നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ വയറിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഡയറക്റ്റ് ഇപ്പം എന്താ പറയുക ഡയറക്റ്റ് കോൺടാക്റ്റ് വരായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു നേച്ചർ റബ്ബർ പോലത്തെ ഒരു സാധനം ഇതാണ്. നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വെച്ച് നോക്കുമ്പം കീറിപ്പോവൊന്നും പേടിക്കണ്ട. കീറിപ്പോവില്ല, ചൂടാകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത്. അത് എന്നാന്ന് വെച്ചാൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ വെച്ച് നോക്കുമ്പം അത് പെട്ടെന്ന് അങ്ങനെ പോകില്ല. മറ്റേ പിന്നെ ഇതിനെ മണ്ടക്കൂടി ഇതിടാനുള്ള കാരണം, കറുപ്പിടാത്തതിന് കാരണം വെച്ചാൽ ഈ കറുപ്പിൻ്റെ പശ തീരെ വീക്കാണ്. അപ്പം നമ്മൾ ഇത് ഈ പുറമേയുള്ള ഭാഗം കൂടുതൽ അനങ്ങുന്നതല്ലേ, അപ്പം പെട്ടെന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ള കാരണമാണ് ഇതിട്ടത്.
ഇത് വീക്കാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഇങ്ങനത്തെ വെളിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടത്. നമ്മളിപ്പോൾ ചെയ്തത് ഇപ്പം ഇതാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ഞാനത് കുറച്ചുകൂടെ എന്താ പറയുന്നത് ക്ലീൻ ആക്കിയായിരുന്നു. കണ്ടോ, കുറച്ചുകൂടെ അതിൻ്റെ ഇതൊക്കെ വയറൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീളമുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് സംഭവം. അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ അവിടെ തീർന്നു. ഇഷ്ടമായാൽ എന്നായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇത്ര മെനക്കെട്ടതല്ലേ, അപ്പം ലൈക്ക് ചെയ്തില്ലെങ്കിൽ പറഞ്ഞ പോലെ ഗ്ലൂഗൺ പറഞ്ഞേക്കാം. അപ്പോൾ ബൈ.